രീതികൾ അതിജീവിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഒരു ഗംഭീര പ്രഭാഷണമാണെങ്കിൽ ഇതിലും വലിയ ക്രൗഡാണെങ്കിൽ കുഴപ്പമില്ല. അതെൻ്റെ ഒരു ജാഹിലിയ കാലത്ത് ഞാൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും വലിയ ജഹാലത്തൊന്നും വ്യത്യസ്തമൊന്നുമല്ല. എന്നാലും കുറച്ചുകൂടി ആളുകൾക്ക് പോകാൻ വേണ്ടി ഞാനൊരു അനുവാദവും സൗകര്യവും ഒരുക്കുകയാണ്. ഇങ്ങോട്ട് കയറിയിരിക്കണം എന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാനാണ് പറഞ്ഞത്. അത് ഇന്ന് രാത്രി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവിൽ കാണണമെന്ന അതമ്യമായൊരു മോഹമുള്ളവർ മാത്രം കസേരയിൽ ഇരുന്നാൽ മതി. അല്ലാത്തൊരു പോകുന്നത് നന്നായിരിക്കും. കുറേ വൈകിയതല്ലേ, നമുക്കൊരു 100 ആളുകളൊക്കെ മതി. ഇതൊരു ഭയങ്കര ക്രൗഡാണ്. ജില്ലാ ജമിയത്തുൽ ഉലമീൻ സംഘടിപ്പിച്ച പരിപാടിയാണ്. പക്ഷേ ഈ പ്രദേശത്തെ ജനപുരുഷാരം ഒഴുകിയെത്തിയിരിക്കുകയാണ്. അപ്പം അതിനെ അതിജീവിക്കുക എന്നുള്ളൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോകാം. ഇന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവിൽ മൻ റആനി ഫിൽ മനാം, ആരെങ്കിലും എന്നെ കിനാവിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖള, അവൻ എന്നെ ഉണർച്ചയിൽ കാണുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ പ്രണയത്തിന്റെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നവരാണ്. നബിയോട് സ്നേഹമുള്ളവരൊക്കെ ഒന്ന് കൈ ഓന്തിക്കാണ്. കാണട്ടെ, ആഴ്ത്തരുത്, തെളിവ് വേണമല്ലോ. ആഴ്ത്തരുത്. ഇത് മനോഹരമായ ഒരു കളവാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കുറച്ചു നേരം ഞാൻ സംസാരിക്കുന്നത്. What is the symbol of love? എന്താണ് പ്രണയത്തിന്റെ അടയാളം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം എന്താണ്? ഞാൻ ചോദിക്കാൻ സമയമില്ല. നിങ്ങൾ ഇത്തിബാ ചെയ്യുന്നുണ്ട്, പിൻപറ്റുന്നുണ്ട്, അതാവും നിങ്ങൾ സ്നേഹിക്കുന്നു. കള്ളു കുടിക്കാറില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യുന്നു എന്നതാണ് പ്രവാചക സ്നേഹമായി വഹാബികളൊക്കെ പരിചയപ്പെടുത്തുന്നത്. നബിദിനമായാൽ ഞാൻ വരുന്ന ചാവക്കാട് നിന്നൊക്കെ അവിടെ ഒരു പോസ്റ്റർ വന്നു. അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രവാചകനെ പിൻപറ്റലാകുന്നു. ചില സുന്നി ഉസ്താദുമാരും വെള്ളിയാഴ്ച അങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് വലിയൊരു വിഡ്ഢിത്തം എന്താണ്? പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണ്. പിൻപറ്റൽ ഈസ് ദ പാർട്ട് ഓഫ് ലവ്. അത് പ്രണയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ പ്രണയം തന്നെയാണ്. ഇനി പിൻപറ്റലാണെന്ന് വെച്ചാൽ തന്നെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ പറ്റുമോ? ഞാൻ സ്വഹാബത്തിന്റെ ഒന്നും ചരിത്രം പറയാതെ 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാളെ പറഞ്ഞു തുടങ്ങാം. അദ്ദേഹം മരിക്കുന്നത് 1993-ലാണ്. 4 പതിറ്റാണ്ട് കാലം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സായുജ്യ സൗരഭ്യ സൗന്ദര്യ സാന്നിധ്യ സാരഥ്യമായിരുന്ന മലയാളത്തിന്റെ ഇമാം ശാഫഈ എന്ന അറിവാളന്മാർ ആദരവോടെ ചേർത്ത് വിളിച്ച റഈസുൽ മുഹദ്ദിഥീൻ കണ്ണിയത്ത് ഉസ്താദ്, അദ്ദേഹത്തിന് നല്ല ചുമ വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ പോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഇല്ലാത്ത ഒരു കാലം. നന്നായി ചുമച്ചപ്പോൾ അവിടെ ഹാദ്യമായി നിൽക്കുന്ന പരിചാരകൻ കണ്ണിയത്ത് ഉസ്താദിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ജനവാതിലിന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി, ഉസ്താദെ പുറത്തേക്ക് തുപ്പിക്കോളൂ എന്ന് പറഞ്ഞു. ദയനീയമായി ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് ആ ഖാദിമിനെ നോക്കി. അദ്ദേഹത്തിന് മനസ്സിലായില്ല. പിടിച്ചിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. വീണ്ടും ചുമച്ചു, വായിൽ കഫം നിറഞ്ഞു. വീണ്ടും ചുമച്ചു, വായിൽ കഫം നിറഞ്ഞു. ഇനി ഒരു ചുമ കൂടി ചുമച്ചാൽ അത് ഓവർഫ്ലോ ആയി പുറത്തേക്ക് ഒഴുകും.
കണ്ണീർത്ത് ഉസ്താദ് വീണ്ടും ഖാദിമിനെ നോക്കിയപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി കണ്ണീർത്തോര് പുറത്തേക്ക് തുപ്പൂല, മരിക്കേണ്ടി വന്നാലും തുപ്പൂല. ഹബീബിങ്ങളെ കാരണം എന്താണെന്നറിയുമോ? അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയത് വലതുഭാഗത്തേക്കാണ്. വലതുഭാഗത്തേക്ക് തുപ്പല് കറാഹത്താണ്. അപ്പൊ ഈ ഖാദിമായ ഉസ്താദ് അദ്ദേഹത്തെ പിടിച്ചിങ്ങനെ തിരിച്ചു. പടച്ചോനെ, ശംസുൽ ഉലമയെ പോലെ ക്രാന്തദർശികളായ മഹാപണ്ഡിത ശ്രേഷ്ഠന്മാരെ ലോകത്തിന് സമ്മാനം ചെയ്ത ഒരു മഹാഗുരു അദ്ദേഹത്തെ പിടിച്ചിങ്ങനെ തിരിച്ചു. ഇടതുഭാഗം ജനവാതിൽക്കൽ വന്നപ്പോഴാണ് കണ്ണീർത്തോര് തുപ്പിക്കളഞ്ഞത്. ഹബീബിങ്ങളെ, പിൻപറ്റലാണോ സ്നേഹമെങ്കിൽ നമ്മൾ നബിയെ പിൻപറ്റിയിട്ട് പോലുമില്ല. ശരിക്കും നോക്കൂ, അവിടെ എക്സ്ക്യൂസ് ഇല്ലേ, വിട്ടുവീഴ്ചയില്ലേ, രോഗബാധിതനല്ലേ, വലഭാഗത്തേക്ക് തുപ്പിയാൽ എന്താ പ്രശ്നം? അല്ലെങ്കിലും എന്താണ് പ്രശ്നം? കറാഹത്താണ്. നമ്മുടെ വിദ്യാർത്ഥികൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട്, ചോദിച്ചു നോക്ക്, കറാഹത്ത് എന്ന ഹുക്കം എങ്ങനെ, എന്താണ്? വാട്ട്സ് ദ ഡെഫിനിഷൻ ഓഫ് കറാഹ? അവര് പറയും, ചെയ്താൽ കുറ്റമില്ലാത്തതാണ്, ചെയ്താൽ കുറ്റം കിട്ടില്ല, ഉപേക്ഷിച്ചാൽ പ്രതിഫലവും കിട്ടും. അപ്പൊ കണ്ണീർത്തോര് വലഭാഗത്തേക്ക് തുപ്പിയാൽ പോലും ശിക്ഷിക്കപ്പെടുന്ന കുറ്റമല്ല, തെറ്റല്ല. രണ്ടാമത്തെ അദ്ദേഹത്തിന് എക്സ്ക്യൂസ് ഉണ്ട്, രോഗബാധിതനാണ്. ഇസ്ലാം അങ്ങനെ പ്രയാസമുള്ളത് കൽപ്പിക്കുന്ന മതമല്ല. എന്നിട്ട് പോലും അവിടെ നിന്ന് സൂക്ഷിച്ചെങ്കിൽ അത് ഇത്തിബാ, അത് പിൻപറ്റല. നമ്മൾ ഇന്ന് എത്ര തവണ വലഭാഗത്തേക്ക് തുപ്പിയവരാണ്, മുന്നിലേക്ക് തുപ്പിയവരാണ്. എത്ര കറാഹത്താണ് എന്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പറയാണ്, നബിയെ പിൻപറ്റിയാ മതി. പിൻപറ്റാൻ പോലും പറ്റില്ല ഹബീബേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ ഈ സദസ്സിലൊരു കറാഹത്ത് നടക്കുന്നില്ലേ? ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഹബീബിങ്ങളെ പിൻപറ്റ, നിങ്ങൾ നാളെ സ്റ്റേറ്റ്മെന്റ് ഇറക്കരുത് നബിയെ സ്നേഹിക്കാന്ന് പിൻപറ്റൽ അല്ല എന്ന് ബഷീർ വൈസി പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പിൻപറ്റൽ മാത്രമല്ല, പിൻപറ്റൽ ഈസ് ദ പാർട്ട് ഓഫ് ലവ്. അത് മഹബത്തിന്റെ ഒരു ഇനം മാത്രമാണ്. മഹബത്ത് എന്ന് പറയുന്നത് മഹബത്ത് തന്നെയാണ്. അത് നമുക്ക് വിശദീകരിക്കാം. അപ്പൊ മധുരം എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ജിലേബി തന്നിട്ട് ഇതാണ് മധുരം എന്ന് പറയാൻ പറ്റുമോ? അല്ല, ജിലേബിയിൽ മധുരമുണ്ട്. പഞ്ചസാര തന്നിട്ട് ഇതാണ് മധുരം എന്ന് പറയാൻ പറ്റും. ടെക്നിക്കലി നമ്മൾ അങ്ങനെ പ്രയോഗിക്കുന്നുണ്ട് മധുരം എന്ന്. പക്ഷെ മധുരം എന്ന് പറഞ്ഞ പഞ്ചസാരയില്ല, അത് ജിലേബിയിലും ലഡുവിലുമുള്ള ഒരു കണ്ടന്റ് ആണ്. പിന്നെ ഈ മധുരം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ബഷീർ മിശ്രയുടെ വായിലേക്ക് ഒരു ജിലേബി തള്ളി കയറ്റിട്ട് രണ്ട് അടിയിൽ മുകളിൽ പൊത്തി പിടിച്ച് കഴിക്കടാന്ന് പറയാം. കഴിച്ചിട്ട് ചോദിക്കുക, ഇപ്പൊ മധുരം എന്താന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയും, മനസ്സിലായി. അത് അനുഭവിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യം. ഇഷ്ക്, ഹുബ്ബ്, അത് അനുഭവിക്കാൻ മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. വാക്കുകൾക്ക് അതീതമാണ്. ഭൗതിക പ്രണയം പോലും അങ്ങനെയാണ്. ഹബീബിങ്ങളെ, മദീന കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കി അങ്ങോട്ട് പോകും. ഞാൻ പറയുമ്പോ ഓഫ് ആക്കണം. അങ്ങാടിയിലൂടെ ഒരു സഹാബി സൗബാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞ് കരഞ്ഞ് നടക്കുകയാണ്. ശരീരമാകെ ശോഷിച്ചു പോയി. സ്വഹാബത്ത് മുത്തുനബിയോട് പരാതി പറഞ്ഞു, നബിയേ എന്താന്ന് ചോദിച്ചു പറയുന്നില്ല. അയാളാകെ രോഗിയാവുകയാണ്. ഹബീബായ പ്രവാചകർ അവരെ വിളിച്ചു വരുത്തി ചോദിച്ചു, എന്തേ ഇങ്ങനെ കരഞ്ഞു നടക്കുന്നത്? മുത്തുനബിയെ എന്നും കാണുന്ന ഒരാൾ, മദീനയിൽ ജീവിക്കുന്നയാൾ, പൗർണമി ചന്ദ്രനെ പോലെ ചന്ദ്രശോഭയോടെ ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതിൽ വിടർത്തും റൈഹാൻ പൂവ് പോലെ എന്നും
ഹബീബിനെ കാണുന്നയാൾ ഇരുന്ന് കരഞ്ഞു. മുത്തുനബി ചോദിച്ചു, എന്തിനാണ് ഈ കരച്ചൽ? അപ്പോഴവര് മറുപടി പറയുകയാണ്, റസൂലേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോ എന്തൊരു ചന്തചാരുതയാണ്, അങ്ങയുടെ മുഖം കാണുമ്പോൾ എന്തൊരു സമാശ്വാസമാണ്, അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ എന്തൊരു സുഖമാണ് നബിയേ. പക്ഷേ അങ്ങയുടെ ഹദറത്തിൽ നിന്ന് ഇറങ്ങിയാലോ, മദീന പട്ടണത്തിലൂടെ നടന്നു പോയാലോ, കച്ചവടത്തിൽ ഏർപ്പെട്ടാലോ, ജോലിയിൽ ഞാൻ ഇടപെട്ടാലോ, വീട്ടിലേക്ക് പ്രവേശിച്ചാലോ, ഫമാ അസ്ബിർ, എനിക്ക് ക്ഷമ വരുന്നില്ല ഹബീബേ, എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല ഹബീബേ. ഹത്താ ആതി ഫഅൻദുർ ഇലൈക യാ റസൂലല്ലാഹ്, എനിക്ക് ഓടി വരാൻ തോന്നാണ് ഹബീബേ, നിങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാൻ തോന്നാണ് ഹബീബേ. ഫമാ അസ്ബിർ, എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല. പ്രണയമേ പ്രണയമേ അനുരാഗമേ. മദീനയിൽ എന്നുമുള്ള നബിയെ കണ്ടിട്ട് പോലും കൊതി തീരാത്തവരാണ്. ഓഫ് ലവ്, ഇത് പ്രണയത്തിന്റെ ഒരു ശക്തിയാണ്. പ്രണയത്തിന്റെ ആദ്യത്തെ അടയാളം കാണാൻ ആഗ്രഹം ഉണ്ടാകുക എന്നുള്ളതാണ്. കൈ പൊക്കിയവരെ, ഞാൻ മൊബൈലിൽ അത് ഫോട്ടോ എടുത്തിട്ടുണ്ട്, കൈ പൊക്കിയവര് മുത്തുനബിയെ കാണാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഞാനുങ്ങളും പറയാം. എന്താണെന്നറിയോ, നല്ല ഒരു കാറ് കണ്ടാൽ കാറിന് ഇഷ്ടമുള്ള ആളുകൾക്ക് അതിനോടൊരു ക്രഷ് തോന്നും. വാവ്. നല്ലൊരു മൊബൈൽ കണ്ടാൽ അതുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് അതിനോടൊരു ക്രഷ് തോന്നും. ഇനി ഈ കേട്ടന്റെ അപ്പുറത്തുള്ള നല്ല പെണ്ണിനെ കണ്ടാലും ചിലർക്ക് ക്രഷ് തോന്നും. അങ്ങനെ തോന്നിയതിന്റെ കുഴപ്പങ്ങളല്ല നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹബീബിങ്ങള് അത് ക്രഷ് മാത്രമാണ്. ഈ പൂവിനോട് ഇഷ്ടമുള്ള ഒരാൾക്ക് അതിനോടൊരു ക്രഷ് തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കൊരു ക്രഷ് മാത്രമേ ഉള്ളൂ. ചെറുപ്പം മുതലേ മദീന എന്ന് കേട്ടു, ചെറുപ്പം മുതലേ മുത്തുനബിയെ കുറിച്ച് വായിച്ചു, പ്രഭാഷണങ്ങൾ കേട്ടു. മദ്രസയിലെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 25 പൈസക്ക് ലഭിക്കുന്ന ഒരു സ്റ്റിക്കറിൽ അതെന്തൊരരുമയോടെ മയിൽപീലി പെറ്റുപെരുകുമെന്ന് ചിന്തിച്ച ഒരു ബാല്യകാലത്തിന്റെ നൊസ്റ്റാൾജിക് സ്മൃതി പോലെ നമ്മൾ ആ സ്റ്റാമ്പ് കുറെ കാലം മുമ്പ് പഠിച്ചവർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പുണ്യനബിയുടെ റൗള ശരീഫും കഅബയും ഉല്ലേഖനം ചെയ്ത 25 പൈസയുടെ ഒരു സ്റ്റാമ്പ്, അത് പറക്കണില്ല. അത് പുസ്തകത്തിൽ എത്ര കാലമാണ് നമ്മുടെ കൗമാരകാലത്തെ മനോഹരമായ ഒരു ഓർമ്മ പോലെ കൊണ്ടു നടന്നത്. അങ്ങനെ നമുക്ക് മദീന എന്ന് പറഞ്ഞു പറഞ്ഞ റസൂലുള്ളാഹിയോട് ഒരു ക്രഷൊക്കെ തോന്നിയുണ്ട്. പക്ഷെ അതൊരു ക്രേസ് ആയിട്ടില്ല. എനിക്കെന്റെ ഹബീബിനെ കാണണം എന്ന് വിചാരിച്ച് കാണാൻ പറ്റില്ലല്ലോ എന്നാലോചിച്ച് കരഞ്ഞ ഒരാൾ കൈ പൊക്കിയവരിലുണ്ടോ? സാധ്യത വിദൂരമാണ്. റസൂലുള്ളാഹിനെ കാണാൻ തൗഫീഖ് നൽകണേ റബ്ബേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആമീൻ പറയും, നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ അതിനപ്പുറം എനിക്കെന്റെ നബിയെ കാണണം, എനിക്കെന്റെ നബിയെ കാണണം, എനിക്കെന്റെ നബിയെ കാണണം. ഞാനൊരു സംഭവം പറയാം. നവാസെ 5 മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? കുറെ ആളുകൾ ലൈവിലുണ്ടോ? ഉണ്ടല്ലേ. ഇങ്ങനെ ലൈവിൽ പറയാൻ പറ്റിയ കാര്യമില്ലാത്തതുകൊണ്ടാണ് മൊബൈൽ റെക്കോർഡ് ചെയ്തിട്ട്. ചിലപ്പോൾ നിങ്ങൾ കേട്ടൊരു സംഭവമായിരിക്കും. വല്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു കളവ് ഒരാൾ പറഞ്ഞാൽ ബി അൻവാഇൽ കദിബ്, കളവിന്റെ ഒരു ഇനം പറഞ്ഞാൽ പോലും നരകത്തിൽ അവനൊരു സീറ്റ് റിസർവ് ചെയ്തു എന്ന് പരിശുദ്ധ റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര പേടി വെക്കണം. കാരണം നമ്മളൊരു ഹറാമ് ചെയ്യുന്നത് പോലെയല്ല, ചിലപ്പോൾ അള്ളാഹു പുറത്തു വന്നേക്കാം. പക്ഷെ നബിയെ കുറിച്ച് ഒരു കളവ് ഒരാൾ പറഞ്ഞാൽ ഉറപ്പ്, അബ്സല്യൂട്ട്ലി അവൻ നരകത്തിൽ പ്രവേശിച്ചു. പാസ്റ്റ് ടെൻസ് ആണ് പ്രയോഗിച്ചത്, എന്നല്ല ദഖല, പ്രവേശിച്ചു കഴിഞ്ഞു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത്
കളവല്ല എന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്തുക. എൻ്റെ വിശ്വാസപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സദസ്സ് കാണുന്നുണ്ടാവും. മാഷാ അല്ലാഹ്. 7200 മൈലുകൾക്കപ്പുറം അൽ മദീനത്തുൽ മുനവ്വറയിൽ ഹിജാസിന്റെ തലസ്ഥാന നഗരിയിൽ പച്ചക്കുബയുടെ താഴെ കുബ്ബത്തുൽ ഖദറാഇന്റെ താഴെ ഹുജറത്തു ഷരീഫയിൽ മുത്തുനബിയുടെ കട്ടിൽ കിടന്ന അതേ ഭാഗത്ത് ഖബറു ഷരീഫ് ഉണ്ട്. സമയകാലങ്ങളുടെ ഓരോ മൈന്യൂട്ട് സെക്കൻഡിലും വിത്തിൻ സെക്കൻഡ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുന്നത് അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു മലക്ക് റൗള ഷരീഫിൽ ഉണ്ട്. ആ മലക്ക് ഒരേ സമയം കുറെ വിവരങ്ങൾ പറയും. അപ്പൊ ഇന്നിപ്പോ പറയുന്നുണ്ടാവും, മാഷാ അല്ലാഹ്, ബഷീർ എന്ന് പറയുന്ന ഒരാൾ നിങ്ങളെ സംസാരിക്കുന്നു നബിയെ, കേട്ടിരിക്കുന്നു നബിയെ. ഓരോരുത്തരുടെയും മനസ്സിന്റെ മനോവ്യാപാരങ്ങളെ വല്ലാഹി അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചറിയും. അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് മുത്തുനബിയുമായി ഉണ്ടാകുന്നത് വളരെ പ്രധാനമാണ്. നോക്കൂ, അതുകൊണ്ട് നുണയല്ല പറയുന്നത്. റസൂലുള്ളാഹിനെ ഓർത്ത് കളവ് നബി കേൾക്കുന്നു എന്ന് വിശ്വാസമുള്ള ഒരാൾ കളവ് പറഞ്ഞാൽ ഈ റബീഉൽ അവ്വൽ 12-ന് അള്ളാഹു തൗഫീഖ് ചെയ്താൽ മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ അൽ മദീനത്തുൽ മുനവ്വറയിലാണ് ഞാൻ. അപ്പൊ റസൂലുള്ളാഹി സലാം പറഞ്ഞാൽ പോലും നടക്കൂല. അപ്പൊ ഹബീബിങ്ങളെ, ഇനി പറയാൻ പോകുന്ന മൊബൈൽ റെക്കോർഡ് ചെയ്തത് ഒന്ന് മ്യൂട്ടായി കേട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞത് നവാസിന് അറിയാലോ എന്താ പറയാൻ പോകുന്നത്. ഇങ്ങോട്ട് പോയി. ഹബീബിങ്ങളെ, നമ്മളിവിടെ നബിയെ സ്നേഹിച്ചു, നമ്മൾ സ്നേഹിച്ചിട്ടില്ല ഹബീബേ. 2018 ഒരു ഹജ്ജിന്റെ വേള മിനയിലിരിക്കുക. സ്ത്രീകളും പുരുഷന്മാരും രണ്ടു ഭാഗത്താണെന്ന് പോയ ഹാജിയാക്കന്മാർക്കറിയാം. ഉംറക്ക് പോയവർ ചിലപ്പോൾ അറിയില്ല. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരു കേട്ടനുണ്ടാവും, ഒരു മറയുണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 11 മണിയൊക്കെ സമയത്താണ് നല്ല ഒരു അത്തറിന്റെ മണം കാറ്റിലൊഴുകി പുരുഷന്മാർ കിടക്കുന്ന ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്നു. സ്വാഭാവികമായും ഈ കേട്ടന്റെ അപ്പുറത്ത് നിന്നാണ് ഈ മണം വരുന്നത് കണ്ടപ്പോൾ അമീർ എന്ന നിലയ്ക്ക് ഞാൻ എഴുന്നേറ്റ് അവരോട് ചോദിച്ചു, അള്ളാഹുവേ നീ സാക്ഷി, ആരാണ് അത്തർ ഉപയോഗിക്കുന്നത്? ഈ കുട്ടികളെ കണ്ട് നേരത്തെ ബഹളുണ്ടാക്കിയവരൊക്കെ സൈലന്റ് ആയി. മാഷാ അല്ലാഹ്, അവർക്ക് മദീനത്ത് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വാവ്, കാരക്കട്ട് ഇത് നല്ല മനുഷ്യന്മാരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും? നിങ്ങൾക്ക് മനസ്സിലാവില്ല, വലിയൊരു മനസ്സിലായിട്ടോ. ഇതേ ചാക്കി വെച്ച് പറഞ്ഞില്ല, നല്ല മനുഷ്യന്മാരാണ്, നല്ല കുട്ടികളാണ്. നമുക്കൊരു കാമൻ ക്വയറ്റ്, ഒരു ശാന്തനിശബ്ദതയുടെ ഒരു ആഴത്തിലേക്ക് സദസ്സ് ഊളിയിട്ടില്ലേ, ഇനി അങ്ങനെ പോകും. സാധാരണ വയത് പറഞ്ഞാൽ ഭയങ്കര ബഹളാവില്ല. ഹബീബിങ്ങളെ, അപ്പൊ അത്തറിന്റെ മണം കേട്ടപ്പോ ഞാൻ ചെന്ന് ചോദിച്ചു, ആരാണ് അത്തർ ഉപയോഗിക്കുന്നത്? അത് കുട്ടികൾക്ക് വേണ്ടി ഞാൻ വിശദീകരിക്കാം. ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ, അതായത് നിയ്യത്ത് ചെയ്താൽ അത്തർ ഉപയോഗിക്കാൻ പാടില്ല, എണ്ണ ഉപയോഗിക്കാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല, പുരുഷൻ ചുറ്റിത്തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, സ്ത്രീ മുഖം മറക്കാൻ പാടില്ല, മുൻകൈ മറക്കാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല, നിക്കാഹ് കർമ്മത്തിൽ ഏർപ്പെടാൻ പാടില്ല, ഭാര്യ ഭർത്താക്കന്മാർ സംസർഗത്തിൽ ഏർപ്പെടാൻ പാടില്ല, വലാ റഫഥ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, മോശമായ ഒരു വാക്ക് പോലും പ്രയോഗിക്കാൻ പാടില്ല. അപ്പൊ അത്തർ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. ഈ എണ്ണി പറഞ്ഞാൽ ചിലത് പശ്ചാത്തപിച്ച ശരിയാകുന്നുണ്ട്, ചിലത് ബാത്തിലാക്കുന്നുണ്ട്. അങ്ങനെ അത് മസല പറയലല്ല ലക്ഷ്യം. അപ്പൊ അത്തർ ഉപയോഗിക്കൽ കുറ്റകരമായ ഒരു അവസ്ഥയിൽ എനിക്ക് ഭയങ്കര ദേഷ്യമെന്ന് ഞാൻ ചോദിച്ചു, ആരാണ് അത്തർ ഉപയോഗിക്കുന്നത്? ആരും മിണ്ടില്ല, എല്ലാരും മിഴിച്ചു നോക്കി. ആ മിഴിച്ചു നോക്കിയത് എന്താന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ആരും മിണ്ടില്ല. കരി വന്ന തുള്ളി. ഞാൻ വുളു ചെയ്യാൻ വേണ്ടി ഒരു ടാപ്പിന്റെ അരികിലേക്ക് പോയി മിനയിൽ. ഹബീബിങ്ങളെ, വുളു ചെയ്യുന്ന വേള ഞങ്ങളുടെ സംഘത്തിലെ ഒരു താത്ത അടുത്തേക്ക് വന്നു. അവര് വന്നപ്പോഴേ അതേ മണം. എനിക്കങ്ങ് ദേഷ്യം വന്നു. ഞാൻ പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു, അപ്പൊ നിങ്ങളാണല്ലേ അത്തർ ഊശിയത്? നാട്ടിൽ നിന്ന് എത്ര ക്ലാസ്സാണ് കഴിഞ്ഞത്? മദീനയിൽ വെച്ച് എത്ര ക്ലാസ്സാണ് നൽകിയത്? അതിലൊക്കെയും പറഞ്ഞു സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന്. എന്തിനു ഫ്ലൈറ്റിലെ ടിഷ്യൂ പേപ്പർ വരെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതല്ലേ? നിങ്ങളുടെ കല്യാണമാണോ നടക്കാൻ പോകുന്നത്?
ഹബീബിങ്ങളെ, ഒരു ഹജ്ജുമ്മയോട് അങ്ങനെയൊന്നും ഒരു ഉസ്താദ് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ ളുയൂഫാണ് ഹാജിമാർ, ളുയൂഫുർ റഹ്മാനാണ് ഹാജിമാർ. അവരോട് അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കല്യാണാണോ മിനയിൽ അത്തറക്ക പൂശി ഇങ്ങനെ ചമഞ്ഞിട്ട് പുതിയാപ്പളെ കാത്തിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞാൻ അത്തറ് പൂശിയിട്ടില്ല. ഞാൻ ഞെട്ടി. ഒപ്പം ദേഷ്യം കൂടിയിട്ട് പറഞ്ഞു, അത്തറ് പൂശിയതും പോരാ, കള്ളം പറയുന്നോ നിങ്ങള്? എന്തിനാണ് താത്ത നിങ്ങൾ പൈസ മുടക്കി ഹജ്ജിന് വന്നത്? ഇപ്പോഴും കള്ളം പറയുകയാണോ? നിങ്ങളുടെ പർദ്ദയിൽ നിന്നല്ലേ ഈ മണം വരുന്നത്? അപ്പോഴവരങ്ങ് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ നിങ്ങൾ ഉസ്താദെ, ഒന്ന് കേൾക്കി. ഞാൻ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, പറഞ്ഞോളി എന്താണ്? പൊന്നു ഹബീബിങ്ങളെ, ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ഈ ജില്ലാ പരിപാടിയിൽ കാരക്കാടിന്റെ സ്നേഹം മുഴുവൻ ഒരുമിച്ച് കൂടിയ ഈ മനോഹര രാത്രിയിൽ ജീവിതത്തിലെ കാലവും നിങ്ങൾ മറക്കാതെ സൂക്ഷിച്ചു പോകേണ്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. മുത്തുമണികളെ, അമ്മ പറയാണ്, ദുൽഹിജ്ജ 4-ന്റെ അന്ന്, ഇത് 8-നാണ്, ദുൽഹിജ്ജ 4-ന്റെ രാത്രി നമ്മൾ മുത്തുനബിയുടെ റൗളയുടെ മുറ്റത്ത് നിന്നില്ലേ? എല്ലാ മലയാളി ഹാജിമാരും, അല്ല ജനൂബ് ആസിയ, ഈസ്റ്റ് ഏഷ്യക്കാരായ എല്ലാ ഹാജിമാരും ദുൽഹിജ്ജ 4-ന് അർദ്ധരാത്രി നിലാവ് പെയ്യുന്ന ഹബീബിന്റെ മുറ്റത്ത് മുത്തുനബിയെ നോക്കി സലാം പറയാൻ വേണ്ടി പോകാറുണ്ട്. 10 ദിവസക്കാലം മദീനയിൽ നിന്നിട്ട് മടങ്ങി പോവുകയല്ലേ? അപ്പൊ ഹബീബിനോട് സലാം പറയണ്ടേ? അതിനു വേണ്ടിയാണ് പോയി നിൽക്കുന്നത്. സൗദി അറേബ്യയുടെ പോലീസുകാർ ഒരു പക്ഷേ അവിടെ നിന്ന് വേഗം ഓടിക്കും. അങ്ങോട്ട് തിരിഞ്ഞ് ദുആ ചെയ്യരുതെന്ന് ചിലരെങ്കിലും പറയും. എന്നാലും വണ്ട് ശലഭങ്ങൾ തേനെടുക്കാൻ പൂവിനെ നോക്കുന്നത് പോലെ എന്റെ ഹബീബിന്റെ ഹജ്ജമിനാരത്തിന്റെ ചാരത്ത് കൂട്ടം കൂട്ടമായി ഹാജിമാര് ചെന്ന് നിൽക്കും. ഇനി അവര് പറയട്ടെ, അന്ന് ദുആ ചെയ്ത് പിരിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, മദീനയിൽ നിന്ന് മടങ്ങാൻ എനിക്ക് പറ്റുന്നില്ല ഉസ്താദേ. ഒരു വാക്ക് കൂടി അവര് പറഞ്ഞു, അപകടകരമായ ഒരു വാക്ക്. ഞാൻ ഹജ്ജ് ചെയ്യുന്നില്ല എന്ന് കരുതി. കുട്ടികളെ, നിങ്ങൾക്ക് വേണ്ടി പറയാണ്, ഹജ്ജ് മക്കത്താണ്, മദീനയിൽ ഹജ്ജും ഉംറയും ഇല്ല. 450 കിലോമീറ്റർ ദൂരെയാണ് മക്ക. അവിടെ മിനയിലും മുസ്ദലിഫയിലും അറഫയിലും മതാഫിലുമാണ് ഹജ്ജ്. ഇവിടെ ഹബീബിനെ കാണൽ മാത്രമാണ്. ഉമ്മ പറയാണ്, ഞാൻ ഹജ്ജിനില്ല. എന്തൊരു വാക്കാണത്! ഹജ്ജിനല്ലേ പോയത്, എന്നിട്ട് പറയാണ് ഹജ്ജിനില്ല എന്ന് പോലും എനിക്ക് തോന്നി. ആ 4-ന്റെ രാത്രിയെ കുറിച്ച് മിനയിൽ വെച്ച് അവരെന്നോട് പറയാൻ, അവരാ മണത്തിന്റെ കാരണം പറയാൻ ശ്രമിക്കാൻ. ഞാൻ കരഞ്ഞു എന്റെ ഹബീബിന്റെ മദീന വിട്ടുപോകാൻ വയ്യ. ഞാൻ രാത്രി ഒറ്റക്ക് കിടന്ന് പുതപ്പിന്റെ ഉള്ളിൽ കിടന്ന് കരഞ്ഞു ഉസ്താദേ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഹബീബിങ്ങളെ, നമുക്കൊരു പക്ഷേ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം നമ്മൾ അത്രയൊന്നും മുത്തുനബിയെ പ്രണയിച്ചില്ലല്ലോ. എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി ഉസ്താദേ, എപ്പോഴാണെന്നറിയില്ല. അതാ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. പടച്ചോനെ, ഇത് പറയുമ്പോ ഞാനൊന്ന് ഞെട്ടി. എന്താണ് ഈ താത്ത പറയുന്നത്? അവര് പിന്നീട് പറയുന്നതിന്റെ മുമ്പ് ഞാൻ അവരോട് 3 ചോദ്യം ചോദിച്ചു. കൃത്യമായ മറുപടി അവര് പറഞ്ഞു. ഞാൻ ആ ചോദ്യവും ഉത്തരവും ഇപ്പോഴിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. എന്റെ കാലുകൾ വിറക്കാൻ തുടങ്ങി, എന്റെ കണ്ണുകൾ നിറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ അവർ പറഞ്ഞു കഴിഞ്ഞതും ഞാൻ കരഞ്ഞിട്ടുണ്ട് അവരുടെ മുന്നിൽ. അവര് പറയാണ്, കിനാവിൽ
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ പ്രവാചകർ എന്നെ നോക്കി ചിരിച്ചു. ഉസ്താദേ, മുത്തുനബിയുടെ തോളിൽ ഒരു ഷാള് കിടപ്പുണ്ട് ഉസ്താദേ. ആ ഷാള് പതുക്കെ ഊരി ഹബീബ് എന്റെ കയ്യിലേക്ക് തന്നു ഉസ്താദേ. ഞാൻ അതിന്റെ മുഖത്തും എന്റെ നെഞ്ചിലും ചേർത്തി വെച്ചോ. ആ ഷാളിനെന്തു മണമാണ്, അതിനെന്തൊരു മണമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയ വഴികളിൽ അവിടത്തെ ഇടവയർപ്പിന്റെ സുഗന്ധ പരിമളം മിനിറ്റുകളോളം കാറ്റിൽ തെന്നി നടക്കാറുണ്ടെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു. ഹബീബായ പ്രവാചകൻ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ കൊച്ചു കുഞ്ഞുങ്ങൾ കണ്ടു. ആ സംഘത്തിലെ ഓരോരുത്തരുടെ കവിളുകളിലും പുണ്യനബിയുടെ നൂറാനിയത്തിന്റെ യമനി പട്ടിന്റെ മാർദ്ദവമുള്ള തിരുകര സ്പർശ സായുജ്യം കവിളിൽ ഇങ്ങനെ തലോടി എന്റെ നബി. പിന്നീട് കുറെ കാലം ആ ഹബീബിന്റെ കൈ തട്ടിയ കുട്ടികളുടെ മുഖത്ത് അത്തറിനേക്കാൾ വലിയ സുഗന്ധമാണ് അതാണ് എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇടയിലൊന്ന് പറഞ്ഞതാണ്, മുമ്പ് പറയട്ടെ. ഞാൻ എപ്പോഴോ ഉണർന്നു. ഹബീബായ പ്രവാചകരില്ല, ഷാളും ഇല്ല, പക്ഷെ എന്റെ ഈ പർദ്ദയില്ല. മണമാണ് ഉസ്താദേ. ഞാനിത് അലക്കിയില്ല, ഞാനിത് കഴുകിയില്ല. അറഫയിൽ ദുൽഹുലൈഫയിൽ വെച്ച് ഇഹ്റാം ചെയ്യുമ്പോ വെള്ള വസ്ത്രം ധരിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞില്ല ഉസ്താദേ. ഞാനത് മാറ്റിയില്ല, കാരണം എന്റെ ഹബീബിന്റെ മണമാണ്. അത്ഭുതത്തോടെ കേട്ടോളൂ ഹബീബിങ്ങളെ, അവരുടെ റൂംമേറ്റ്സ് അങ്ങനെ ഒരു പരാതി പറഞ്ഞില്ല. ബസ്സിൽ ഒന്നിച്ചിരിക്കുന്നയാൾ പോലും അത്തറിന്റെ മണത്തെ കുറിച്ച് പറഞ്ഞില്ല. മിനയിൽ പോയോരെ മത്തി ഇങ്ങനെ കടപ്പുറത്തട്ടിയിട്ടതുപോലെ ചേർന്നല്ലേ ആളുകൾ കിടക്കുക. തൊട്ടടുത്ത ആള് പോലും ആ മണത്തെ കുറിച്ച് പരാതി പറഞ്ഞില്ല. എന്ന് വെച്ചാൽ അവർക്കത് കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, ആരാ അത്തർ ഊശിയത്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ഉമ്മ പറയാണ്, ഞാൻ ആ പർദ്ദയാണ് ഇട്ടത്, ഞാൻ അത്തർ ഊശിയതല്ല. ഞാൻ കരഞ്ഞുപോയി ഹബീബിങ്ങളെ. ഞാൻ അവരോട് പറഞ്ഞു, പൊരുത്തപ്പെടണേ. ആരെയാണ് ഞാൻ ചീത്ത പറഞ്ഞത്? ആരോടാണ് നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചത്? ആരെ കാണാനാണോ? നൂറേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നള്ളിയത് മിനാരണ്ട് പിളർപ്പായെങ്കിൽ ബഷീർ ഫൈസി അതിലേക്ക് താഴ്ന്നു പോയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഹബീബേ, ദുൽഹിജ്ജ 4, 5, 6, 7, 8 5 ദിവസം കഴിഞ്ഞിട്ടും ആ മണം ഹബീബേ, അത് റോയൽ മിറാജിന്റെ മണമല്ല. അത് ബഷീറിന് ഏറ്റവും ഇഷ്ടമുള്ള അൽഫു സഹ്റ എന്ന അത്തറിന്റെ മണമല്ല. നിങ്ങൾ പലരും ഉപയോഗിക്കുന്ന ഊദിന്റെ മണമല്ല, അംബറിന്റെ മണമല്ല, മജ്മുഅയുടെ മണമല്ല, ജാസ്മിന്റെ മണമല്ല. അതെങ്ങനെയാണെന്ന് പറയാനും എനിക്ക് കഴിയില്ല. നമ്മളിപ്പോ ഒരു കുഴിമന്തി എന്നൊക്കെ പറയുമ്പോ ആ കുഴിമന്തി ഒരു മണം നമ്മുടെ മനസ്സിലുണ്ടാവും. ആ മണം മൂക്കിലുണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കോഴി ബിരിയാണി എന്നൊക്കെ പറഞ്ഞ ഒരു മണം വരില്ലേ, എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇപ്പൊ മുല്ലപ്പൂ എന്ന് പറഞ്ഞ ഉടനെ നമുക്ക് മുല്ലപ്പൂവിന്റെ മണം അനുഭവിക്കാൻ കഴിയും. അനുഭവിക്കുകയാണോ മനസ്സിൽ വരികയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും സ്മെല്ല് കിട്ടില്ല. എന്നതുപോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും അന്ന് അനുഭവിച്ച ആ മണം എന്താണെന്ന് എന്റെ മനസ്സിൽ ഇപ്പോഴും ആ മൂക്കിലാണോ മനസ്സിലാണോ എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. മണം കിട്ടുന്നല്ല, വല്ലാഹി അങ്ങനെയല്ല, കളവാക്കരുത്. ഞാൻ ആ മണം അനുഭവിക്കുന്നതല്ല. മലയാളത്തിൽ വേറൊരു പദമല്ല, അത് എങ്ങനെ നിങ്ങളോടൊന്ന് പറഞ്ഞു തരിക. മജ്മുഅ അത്തർ എന്ന് പറഞ്ഞ അപ്പ അതിന്റെ മണം എനിക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ? പക്ഷെ മണം മൂക്കിലില്ല. പക്ഷെ അത് എക്സ്പ്ലോർ ചെയ്യുന്ന മലയാളത്തിൽ ഞാൻ കുറേ പരിശോധിച്ച് നോക്കി,
അത് പറയാൻ പറ്റുന്നൊരു വാക്ക് കിട്ടുന്നില്ല. അതെ, അനുഭവം എന്നാണോ എന്ന് പറയാ, മണം എന്നാണോ പറയാ, എന്തായാലും അത് എന്താണെന്ന് ഇപ്പൊ എന്റെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ എന്റെ മൂക്കിലുണ്ട് എന്ന് എഴുതിക്കോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കി, അവര് തൃശ്ശൂർ ജില്ലയിലാണ് അവരെ വീട്. അൺമ്യൂട്ടായിക്കണ്ടാക്കാം മാസേ, ഞാൻ ആദ്യം തന്നെ മുട്ടാക്കി ഉണ്ടാവില്ല. അതൊരു ഭയങ്കര പ്രവാചക സ്നേഹിയാണ്. അള്ളാഹു കൂലിയും കൊടുക്കട്ടെ, വർക്കത്തും കൊടുക്കട്ടെ. ജമിയത്തുൽ മുഅല്ലിമീനായതുകൊണ്ട് വലിയ കൂലി പ്രതീക്ഷിക്കുന്നു. ഹബീബിങ്ങളെ ഹബീബിങ്ങളെ ഹബീബിങ്ങളെ, ഒരു തൃശ്ശൂർ ജില്ലക്കാരിയാണ്, കൊടുങ്ങല്ലൂർ താലൂക്കിലാണ്, കരൂപ്പടന്ന എന്നാണ് അവരുടെ പേര്, മഹലിന്റെ പേര്. ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ വിശ്വസിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം റസൂലുള്ളാഹിനെ കുറിച്ചാണ് പറഞ്ഞത്. ബിഅൻവാഇൽ കദിബ്, കളവ് പറഞ്ഞാൽ നിരവുറപ്പാണ്. റസൂലുള്ളാഹി കണക്ട് ചെയ്യുന്നുണ്ട് അവിടെ. മുഅ്മിനീങ്ങളെ, ഞാൻ അവരെ ഒബ്സർവ് ചെയ്തപ്പോൾ അവർ വലിയൊരു ആരാധന ചെയ്യുന്ന ആളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മളെമാതിരി എല്ലാവരും അതിന് ഉംറയും സിയാറത്തെയും നിസ്കരിക്കുന്നല്ലാതെ ഒരു 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 സാധാരണയിൽ കവിഞ്ഞൊരു ഇബാദത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അവർ ഭയങ്കര പ്രവാചക സ്നേഹിയായിരുന്നു. കണ്ടോ, ഹൃദയത്തിന്റെ തേട്ടത്തിന്റെ മുന്നിൽ മദീനയോട് വിട പറയുന്ന ആ രാവിൽ ഹബീബായ റസൂൽ വന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളതാണ് പ്രവാചക സ്നേഹത്തിന്റെ ഫസ്റ്റ് സിംബൽ ഓഫ് ലവ്. പ്രണയത്തിന്റെ ആദ്യത്തെ അടയാളം കാണാൻ ആഗ്രഹിക്കുക. ഈ രാത്രി മുതൽ അതൊരു ക്രൈസായി കൊണ്ട് നടക്കും. നമ്മുടെ ഇബാദത്ത് വളരെ കുറവാക്കി. എൻ്റെ അടുത്താണ്ട കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ പലപ്പോഴും തെറ്റൊക്കെ അറിയാതെ വന്നു പോകുന്നവരാ. പക്ഷെ മുത്തുനബി എന്ന് പറഞ്ഞൊരു ക്രൈസായി കൊണ്ട് നടക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജറ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ്. അതിന്റെ മുമ്പ് നമുക്ക് എല്ലാവരും കണ്ണിലേക്ക് നോക്കാം. ഈ കാരക്കാട് നിന്നും 7200 മൈലുകൾക്കപ്പുറമുള്ള അൽ മദീനത്തുൽ മുനവ്വറയിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് ഒരു യാത്ര പോകണം. ഒരു മൈക്ക് തരും, വർക്ക് ചെയ്യില്ലേ? മൈക്ക് വർക്ക് ചെയ്യില്ലേ? അല്ല, all close your eyes. കണ്ണടച്ച് പിടിക്കും എല്ലാവരും, കണ്ണടച്ച് പിടിക്കും. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ആവശ്യമുള്ളവർ മാത്രം കണ്ടു. ഈ ഫാനിന്റെ ഒരു നേർത്ത ശബ്ദമല്ലാതെ നിങ്ങളുടെ ലൈഫിലെ മെമ്മറബിൾ മൊമെന്റിലേക്ക് നമ്മൾ കിടക്കാൻ പോവാൻ. ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു മുഹൂർത്തം. ആർക്കെങ്കിലും പോകാൻ എന്തെങ്കിലും അസ്വസ്ഥതയും പോകട്ടെ. ചെറിയ കുഞ്ഞുങ്ങളുടെ നേർത്ത കരച്ചിലല്ലാതെ മറ്റൊരു ശബ്ദം ഉണ്ടാകരുത്. കാം ആൻഡ് ക്വയറ്റ്. ലൈറ്റ് ഒന്ന് അണച്ചോളൂ കേട്ടോ. അപ്പൊ എഴുന്നേറ്റ് പോകാനും സുഖമാണ്. എന്തിനാണ് ലൈറ്റ് ഓഫ് ആക്കണമെന്ന് അറിയോ? ചില സദസ്സുകളിൽ ആളുകൾ കൺട്രോൾ വിട്ട് കരയാറുണ്ട്. നമ്മുടെ എല്ലാ സദസ്സിലും പങ്കെടുക്കുന്ന ആളാണ് നമ്മുടെ കൈപ്പുറത്തെ ആചാര്യ SMF അല്ല SKMMയുടെ ജില്ലാ പ്രസിഡന്റാണ് ആസിഫ് സാഹിബിന്റെ മുന്നിൽ. ചിലർക്ക് ആരെങ്കിലും അടുത്തിരിക്കുന്നത് കണ്ട വലിയ വിഷമം ഉണ്ടാവും. നമ്മൾ ഭയങ്കരമായ പർവ്വതങ്ങളൊന്നും തലയിൽ എഴുന്നേറ്റ് വെക്കണ്ട. ഒരു തുള്ളി കണ്ണീർ ജമിയത്തുൽ മുഅല്ലിമീന്റെ പരിപാടിയിൽ വീഴട്ടെ. അതിനാണ് ലൈറ്റ് ഓഫ് ആക്കിയത്, അല്ല പ്രത്യേകമൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി ശബ്ദമില്ലാതെ കരയാനോ തോന്നിച്ചാൽ അങ്ങനെ കരഞ്ഞാൽ മതി. 3 കാര്യം മനസ്സിൽ വെച്ച് കരഞ്ഞാൽ മതി. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം. അത് ജീവിതത്തിന്റെ ഒരു ക്രൈസാണ്. നിങ്ങൾ അധ്യാപകനാകട്ടെ, നിങ്ങൾ മത്തി കച്ചവടക്കാരനാകട്ടെ, നിങ്ങളൊരു പ്രൊഫഷണൽ ആകട്ടെ, നിങ്ങൾ ഗ്രാജുവേറ്റ് ആകട്ടെ, നിങ്ങളൊരു ഉസ്താദാകട്ടെ, നിങ്ങളൊരു വീട്ടമ്മയാകട്ടെ, നമ്മുടെ പ്രൊഫഷൻ ഒന്നും നിങ്ങൾ നോക്കണ്ട. യൂറോപ്പിലെ വലിയ വലിയ ബിരുദമുള്ള ആളുകളാണ് മഹബത്തിന്റെ ഇഷ്കിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഖുർആൻ ആൻഡ് സയൻസ് ദ മിറാക്കിൾ എന്ന പുസ്തകം എഴുതിയ മോറിസ് ബുക്കായി ഖുർആനിന്റെ ശാസ്ത്രീയത പറഞ്ഞ് ഇസ്ലാമിലേക്ക് വരാൻ ശ്രമിച്ചയാളാണ്. അങ്ങനെയല്ല ഇപ്പോൾ ജനങ്ങൾ വരുന്നത്. ഖുർആന്റെ വലിയ ശാസ്ത്രീയത പരിചയപ്പെടുത്തിയിട്ടല്ല. മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂഫി മശായിഖന്മാരാണ്
യൂറോപ്പിൽ ഇസ്ലാം പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്. മഹബത്ത് കൊണ്ടല്ലാതെ ഈ തലമുറയിൽ പിടിച്ചു നിർത്താൻ കഴിയില്ല. നമ്മൾ MDMA-ക്കെതിരെ ക്യാമ്പയിൻ നടത്തിക്കൊള്ളത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, പക്ഷെ വലിയ ഫലം ചെയ്യില്ല. 5 വയസ്സ് മുതൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ മുത്തുനബിയോടുള്ള പ്രണയത്തെ ഇഞ്ചക്ട് ചെയ്ത് കയറ്റി വെക്കണം. അയാൾ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയോ വഹാബിയോ മതനിഷേധിയോ യുക്തിവാദിയോ ആയി പോകില്ല. മുഹമ്മദ് നബിയുടെ ആത്മീയ വ്യക്തിത്വത്തെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നിങ്ങളൊന്ന് കരയാൻ വേണ്ടിയിട്ടാ ഹബീബേ, അതൊരു ചടങ്ങല്ല. അല്ലെങ്കിലും ഈ സദസ് ഒരു ചടങ്ങല്ല. ചടങ്ങാണെങ്കിൽ എനിക്കൊരു രൂപ ഉണ്ടാവൂലേ, ഞാൻ ഇന്നത് പറഞ്ഞ പ്ലാൻ ഉണ്ടാവൂലേ. നിരന്തരം ലൈവ് കാണുന്നവരുണ്ട്. ഹംസ സാഹിബിനെ പോലെയുള്ള നമ്മുടെ NCPയുടെ അദ്ദേഹത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗമാണ്. ലൈവ് സ്ട്രീമിംഗ് നിരന്തരം കാണുന്നയാളാണ്. മനസ്സുകൊണ്ട് മദീനയിലേക്ക് 437 എപ്പിസോഡ് പിന്നിട്ടും അല്ലാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് നൽകട്ടെ. ഞാൻ ലാസ്റ്റ് അതിനെ കുറിച്ച് പറയാം, ആ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങളെ ഇത് ബഷീർ ഭായി സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു എന്ന് കരുതിയിരിക്കരുത്. നമ്മൾ ഒറ്റക്കാണ്. 3 നിയ്യത്ത്: 1 നബിയെ കാണണം, 2 മദീനത്ത് പോകണം. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ പോകാൻ പറ്റൂല എന്ന് വിഷമിക്കണ്ട. ഉറപ്പായും നിങ്ങൾ മദീനയിൽ എത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 3-ാമത്തെ കാര്യം, ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്ക് നടക്കാത്തൊരു കാര്യം മനസ്സിൽ കരുത്. കുറെ ദുആ ചെയ്തു, കുറെ സദഖ ചെയ്തു, എന്നിട്ട് നടന്നില്ല. ഒന്ന് കരുതി നോക്കൂ. നിങ്ങളെ ഒന്ന് കരുതി നോക്കാൻ വലിയ പണിയില്ലല്ലോ. അത് ഓർത്തൊന്ന് സങ്കടപ്പെടൂ ഹബീബിങ്ങളെ. നമ്മൾ പോവുകയാണ് മദീന. മസ്ജിദുൽ നബവിയുടെ മുറ്റത്ത് ഈ രാത്രിയിൽ ഈ സദസ്സിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സകല ആലിമീങ്ങളും ഉമറാക്കളായ ആളുകളും നിങ്ങളും ഇതാ ഒരുമിച്ച് മുറ്റത്ത് 10 മീറ്റർ അടുത്തിതാ മസ്ജിദുൽ നബവി. അല്ലാഹ്, വിശാലമായ മസ്ജിദുൽ നബവി. ആ പച്ചക്കുബ്ബ കണ്ടോ? എത്ര നൂറ്റാണ്ടുകളായി ജനസഹസ്രങ്ങളെ വിയോഗത്തിന്റെ 14 നൂറ്റാണ്ടിന് ശേഷവും ഹൃദയത്തിലെ ഇഷ്കിന്റെ ചിറക് തുന്നി പറന്ന് 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 കടല് കടന്ന് സമതലങ്ങൾ കടന്ന് ഇലൽ മദീന. എത്ര ആശിക്കിങ്ങിൽ പോയ നഗരമാണിത്. നമ്മളിപ്പോ നിൽക്കുമ്പോ അടിയിൽ മദീന മസ്ജിദുൽ നബവിയുടെ മുറ്റത്തെ മാർബിളിൽ നിന്നൊരു തണുപ്പ് കാലിലേക്ക് അരിച്ചു കയറുകയാണ്. നമ്മുടെ ചുറ്റും ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. കേട്ടറിഞ്ഞ കഥയിലെ രാജകുമാരന്റെ സമീപത്താണ്. ഉഹദ് മല താണ്ടി കടന്നു വരുന്നൊരു കാറ്റ് കാതിൽ കഥ പറയുന്നുണ്ട്. എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ ഇനി ബാബുസലാമിലൂടെ കയറാൻ പോവുകയാണ് റൗദാ ശരീഫിന്റെ ഉള്ളിലേക്ക്. അവിടെ 9 തൂണുകളുണ്ട്. ഇപ്പൊ കാണാൻ പറ്റും. കുറച്ചേരം മുറ്റത്ത് നിൽക്ക്. ഉസ്തുവാനത്തു ഹന്നാന. 2-ാമത്തെ തൂണ് ഉസ്തുവാനത്തു ആയിഷ. 3-ാമത്തെ തൂണ് ഉസ്തുവാനത്തു അലി. 4 ഉസ്തുവാനത്തു സരീർ. 5 ഉസ്തുവാനത്തു തഹജ്ജുദ്. 6 ഉസ്തുവാനത്തു തൗബ. 7 ഉസ്തുവാനത്തുൽ ഹിർസ്. 8 ഉസ്തുവാനത്തു ജിബ്രീൽ. ഒരു തൂണ് കൂടിയുണ്ട്. ഉസ്തുവാനത്തുൽ വുഫൂദ്. ഇങ്ങനെ 9 തൂണുകളുണ്ട്. ഇതിൽ പലരും പോയവര് കണ്ടവരാ. ഒരോളത്തിൽ റൗദാ ശരീഫിൽ കയറി തലകുത്തി മറിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ച് നെഞ്ചു വിരിച്ച് പുറത്തിറങ്ങിയവരാ. ഈ 9 തൂണിന്റെ കഥ കേട്ടാ ഞെട്ടൂലേ?
ആ മിമ്പർ നോക്കുമ്പോ എന്റെ നബി അവിടെയാണ് ഇരുന്നോർത്താൽ കോരിത്തരിക്കില്ലേ. നമ്മൾ കയറാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ മുറ്റത്താണ്. നല്ല തണുപ്പല്ലേ മദീനയിൽ. നമ്മുടെ വലതുഭാഗത്ത് ജന്നത്തുൽ ബഖിയ. പോകാത്തോരെ ആരാണ് 15 മീറ്റർ അടുത്ത് ബഖയിൽ കിടന്നുറങ്ങുന്നത്? കയറി ചെന്ന വലതുഭാഗത്ത് ഫാത്തിമ സഹറ ബത്തൂൽ റളിയല്ലാഹു അൻഹ. കൽബൊന്ന് പൊട്ടട്ടെ. സാധാരണ ഹാജിമാരും ഉംറക്കാരും അമീർമാര് കാണിച്ചു കൊടുക്കും. ആ കാണുന്നതാണ് ഫാത്തിമ ബീവിയുടെ ഖബർ. ഓ, ഒരു ഫോട്ടോ എടുത്തു പോയി. പക്ഷേ ആരാണ് കിടക്കുന്നത്? നാളെ വൻസഭയിൽ മില്യൺ കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ 1,24,000-ഓളം പ്രവാചകന്മാര് കൂടുമ്പോ, അബൂബക്കർ തങ്ങളടക്കമുള്ള സകല സ്വഹാബത്തും ഒരുമിച്ച് കൂടുമ്പോ, സകല ശുഹദാക്കളും ഒരുമിച്ച് കൂടുമ്പോ, ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ കൈലാൽ, നമ്മുടെ സുലൂക്കിന്റെ രാജകുമാരനടക്കമുള്ള സകല ഔലിയാക്കന്മാരും ഒരുമിച്ച് കൂടുമ്പോ, ഖിയാമത്തോളമുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂടുമ്പോ, നിർണായകമായ സമയത്തൊരു വിളിയാളം മുഴങ്ങും. കണ്ണടച്ചു പിടിക്കണമേ, തലതാഴ്ത്തേണമേ. എല്ലാരും തലതാഴ്ത്തി പിടിക്കും. ആളുകൾ കരുതും രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് ഇറങ്ങി വരാൻ പോവുകയാണ്. അല്ല കേട്ടോ, ഒരശരീരം മുഴങ്ങുകയാണ്. ഫാത്തിമ ബിൻതു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ മകൾ പൂമോള് ഫാത്തിമ എഴുന്നള്ളുകയാണ്. ഫാത്തിമ കടന്നു പോവുകയാണ്. സിറാത്ത് പാലം അവര് കടക്കുന്നതുവരെ ഒരാളും കണ്ണു തുറക്കരുത്. 70,000 തോഴികളുമൊത്തി എന്റെ ഫാത്തിമ ബീവി നമ്മുടെ മുന്നിലൂടെ നടന്നു പോകും. നമ്മൾ കണ്ണടച്ചു പിടിക്കും. ഒരാൾക്കും തുറക്കാൻ തോന്നിയാലും തുറക്കാൻ പറ്റാത്ത വിധം. അതാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. വികാരഭരിതരായി നടക്കണം മദീനയിൽ. ഇത് ഞാൻ വെറുതെ ഒരു രസത്തിന് പറയല്ല. ഓരോ ഇഞ്ചിലും പ്രണയമാണ് മദീന. ആ ജന്നത്തുൽ ബഖീലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉള്ളത്. തൊട്ട സമീപത്താണ് മുത്തുനബി കമ്മിഞ്ഞ കൊടുത്ത ഹലീമത്തു സഅദിയ. തൊട്ടടുത്താണ് മുത്തുമോൻ ഇബ്രാഹിം. തൊട്ടടുത്താണ് ശുഹദാക്കൾ. തൊട്ട സമീപത്താണ് ഖദീജയും മൈമൂനയും. ഒഴികെയുള്ള എല്ലാ പത്നിമാരും ബഖീലാണ്. ആ മദീനയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. അവിടെയാണ് ഉഹദ് മലയുള്ളത്. ഉഹദ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഉഹദിനെ ഞാനും സ്നേഹിക്കുന്നുണ്ട്. ഉഹദുൽ ജബലും മിനൽ ജന്ന. ഉഹദ് സ്വർഗ്ഗത്തിലെ മലയാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മല 17 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്നു മദീനയിൽ. ആ മദീനയിൽ ജബലുർ റമാത്ത് കണ്ടോ? ആ മദീനയിലാണ് നമ്മളിപ്പോ. അവിടെയാണ് ഉഹദ് പടക്കളം. അവിടെയാണ് ഹംസത്തുൽ കറാർ വീണ് പിടഞ്ഞത്. ആ മഖബറയിലാണ് ഹംസത്തുൽ കറാർ, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ്, മിസ്അബ് ഇബ്നു ഉമൈർ, ശമ്മാസ് ഇബ്നു ഉസ്മാൻ അവിടെയുണ്ട്. ആ മദീന അവിടെയാണ് മസ്ജിദുൽ ഖിബ്ലതൈനി. അവിടെയാണ് മസ്ജിദുൽ ഗമാമ. അവിടെയാണ് മസ്ജിദുൽ ജുമുഅ. അവിടെയാണ് മസ്ജിദുൽ ഖുബാ. അവിടെയാണ് മസ്ജിദുൽ ഫതഹ്. അവിടെയാണ് മസ്ജിദ് സൽമാൻ അൽ ഫാരിസി. അവിടെയാണ് മസ്ജിദ് അബീ ദർ അൽ ഗിഫാരി.
അവിടെയാണ് മസ്ജിദ് ബിലാൽ, അവിടെയാണ് മസ്ജിദ് അബൂബക്കർ, അവിടെയാണ് മസ്ജിദ് ഉമർ, അവിടെയാണ് മസ്ജിദ് അലി, അവിടെയാണ് മസ്ജിദ് ഇമാമിൽ ബുഖാരി, അവിടെയാണ് അബൂബക്കർ, അവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു, അവിടെയാണ് പുണ്യനബിയുടെ മിമ്പർ, അവിടെയാണ് പുണ്യനബിയുടെ മിഹ്റാബ്, അവിടെയാണ് ജന്നത്തുൽ ഫിർദൗസ്, അവിടെയാണ് ഖുബ്ബത്തുൽ ഖദറ, അവിടെയാണ് ഹുജറത്തുൽ ശരീഫ. ആ മദീനയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഒരുമിച്ചിതാ ബാബുസലാമിലൂടെ കയറാൻ പോവുകയാണ്. നമ്മളിപ്പോ കയറാൻ പോവുകയാണ്. കോരിത്തരിക്കണം കൽബ്. നമ്മൾ ഇന്നലെ പുറപ്പെട്ടതാണ്. കാരക്കാട് പാറപ്പുറത്തെ ഗ്രൗണ്ടിൽ നിന്ന് പുറപ്പെട്ട് വന്നതാണ്. എവിടെയാണ് നിൽക്കുന്നത്? ഏത് മണ്ണില്? ലൗലൽ ഹിജ്റ, ലൗലൽ ഹിജ്റ, ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ലകുന്തു റജുലൻ മിനൽ അൻസാർ, ഞാൻ മദീനയിലെ അൻസാറായി ജനിക്കേണ്ടയാളാം. മദീന തുർബത്തിൽ മദീന, മദീനയിലെ മണ്ണ് ശിഫാ, ശമനമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ ഭക്ഷണത്തെ കുറ്റം പറയരുതേ. മുഹമ്മദ് മുസ്തഫ മദീനത്തെ കാറ്റിനെ ചീത്ത പറയരുതേ. മുഹമ്മദ് മുസ്തഫ മദീനയിലെ കച്ചവടക്കാരുമായി തർക്കിക്കരുതേ. മുഹമ്മദ് മുസ്തഫ മദീനയിൽ ഹജ്ജിന് പോയോരെ, ഉംറക്ക് പോയോരെ, നിങ്ങൾ ഹോട്ടലിൽ നിന്ന് മസ്ജിദുൽ നബവിയിലേക്ക് നടന്ന വഴി ഓർമ്മയുണ്ടോ? പോകാത്തവരെ, എന്നാൽ അങ്ങനെ ചില നാട്ടുകല്ലികളുണ്ട്. പർദാ ഷോപ്പുകളുള്ള, അത്തറ് കടകളുള്ള, ഈത്തപ്പഴ മാർക്കറ്റുകളുള്ള മദീനയുടെ നാട്ടിട വഴികൾ, ഗല്ലികൾ. ആ ഗല്ലിയെ കുറിച്ച് എന്റെ നബി പറയുകയാണ്, ശിഖഖിൽ മദീന, മദീനയുടെ വഴികളിൽ മലക്കുകളുടെ പട്ടാളം കാവലുണ്ട്. മുഹമ്മദ് മുസ്തഫ നമ്മൾ കണ്ടോ മലക്കിന്? ഓരോ ഇടവഴിയിലും നമ്മൾ വർത്തമാനം പറഞ്ഞ് പള്ളിയിലേക്ക് പോകുമ്പോ